MSF സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ചേരുന്നുണ്ട്. നവാസ്, ഇതുവരെ ഒരു അധിക ബാച്ച് എന്നതിലേക്ക് എത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് കാര്യങ്ങളുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിയല്ല, മുഖ്യമന്ത്രിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്കും ലഭിക്കുന്നത്. ഇതിങ്ങനെ അനന്തമായി നീണ്ടു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ കാര്യം വലിയ പ്രതിസന്ധിയിലാവില്ലേ? തീർച്ചയായും ഇത് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. നേരത്തെ നിങ്ങളുടെ വാർത്ത തന്നെ ഞാൻ കേട്ടു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റെ കയ്യിലുള്ള കണക്ക് 7000 കുട്ടികൾ മാത്രമാണ് എന്നൊരു പ്രതികരണം നടത്തുന്നത്. ആരോടാണ് വിദ്യാഭ്യാസ മന്ത്രി വെല്ലുവിളി നടത്തുന്നത്? താങ്കളുടെ തന്നെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും 9,944 കുട്ടികൾക്ക് ഒഴിവുണ്ട് എന്നത്. അതും താങ്കൾ 7000-ഓളം കുട്ടികളെ പുറത്താക്കിയിട്ടാണ് ഇത്രയും പേർക്ക് നിലവിൽ +1 സീറ്റ് അവൈലബിലിറ്റി ഇല്ലാതിരിക്കുന്നത്. ഇനിയും ഒരുപാട് ചർച്ചകൾ ചെയ്തു, ദിവസങ്ങളായി ക്ലാസുകൾ ആരംഭിച്ചു. ഇനിയും ചർച്ചകൾക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ കാണാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞും ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അതിക്രൂരതയാണ്. നമുക്കറിയാം, നിയമസഭകത്ത് ഒരു കസാലയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ഈ വിഷയമൊന്ന് സംസാരിക്കാൻ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും സാധ്യമായില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? ഞങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് പറയുന്നത്, നിങ്ങൾ നിരന്തരമായി മലബാറിലെ വിദ്യാർത്ഥികളെ അപമാനിക്കുകയാണ്, നിങ്ങൾ നിരന്തരമായി കളവ് പറയുകയാണ്, കണക്കുകൾ കൊണ്ട് ഈ വിദ്യാർത്ഥികളെ അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, മലബാറിലേക്ക് കാലുകുത്താൻ കഴിയാത്ത വിധം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടി വരും. അത് MSF എന്നോ മറ്റു വിദ്യാർത്ഥി സംഘങ്ങളെന്നല്ല, മലബാറിലെ ജനങ്ങൾ ഒരുമിച്ച് പ്രതിരോധം തീർക്കേണ്ടി വരും. എന്തിന്റെ പേരിൽ മാന്യമായി ഞങ്ങൾക്ക് ലഭിക്കേണ്ട, മലബാറിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസത്തെ കുറിച്ച്, കുട്ടികൾക്ക് ലഭിക്കേണ്ട സീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് സീറ്റില്ലെന്ന് പറഞ്ഞ് കണക്കുകൾ സഹിതം രേഖകൾ സഹിതം ഗവൺമെന്റ് ഒഫീഷ്യൽസ് രേഖകൾ സഹിതം തന്നെ സീറ്റ് കുറവുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇനി ഞങ്ങൾക്ക് സംസാരിക്കണം, മുഖ്യമന്ത്രിയെ കാണണം, ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ദുരുദ്ദേശപരമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. അവരുടെ റിപ്പോർട്ട് ലഭിച്ചിട്ട് പോലും ഇതിലൊരു നടപടിയിലേക്ക് വളരെ പെട്ടെന്ന് കടക്കാനുള്ളതിന് ഇനി ഇത്രയും താമസിപ്പിക്കുന്നത് വലിയ പ്രതിഷേധാർഹമായ കാര്യമാണ്. പ്രത്യേകിച്ച് നേരത്തെ നവാസ് പറഞ്ഞതുപോലെ കുട്ടികളോടുള്ള, ഈ വിദ്യാർത്ഥികളോടുള്ള ഒരു മോശം ഇടപെടൽ സമീപനമൊക്കെ ആയിട്ട് അതിനെ കാണേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന വിഷയത്തിൽ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ കടന്നിട്ട് നേരത്തെ തന്നെ തീരുമാനം മന്ത്രിയുമായൊക്കെ സംസാരിച്ചിട്ടുള്ള തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷേ ഇനിയും അത് തുടരേണ്ട സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും MSFന്റെ നിലപാടുകൾ? തീർച്ചയായും അവസാന ഘട്ടത്തിൽ മന്ത്രിയുമായി ചർച്ച ചെയ്ത് ഞങ്ങൾ പിരിയുമ്പോൾ മന്ത്രി ഞങ്ങൾക്ക് തന്ന ഉറപ്പ് തീർച്ചയായും ഈ പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച സമയം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി കരുതുന്നത് ഈ 1.5 ആഴ്ച കൊണ്ട് ഈ സമരം തണുത്തു പോകുന്നു എന്നാണെങ്കിൽ അങ്ങയുടെ സമീപനം, അങ്ങയുടെ ഈ നിലപാടുകൾ, അങ്ങയുടെ ഈ പ്രതികരണങ്ങൾ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങൾക്ക് കൂടുതൽ ആവേശം പകരുകയും കൂടുതൽ ഞങ്ങളെ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ അതിശക്തമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ആവശ്യമായ ഇടപെടൽ നടത്തി തിരുത്താൻ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ സമരം അവസാനിച്ചു പോയെന്നോ കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് സമരമില്ലാത്ത ഒരു ഇടവേള ഉണ്ടായത് മന്ത്രിയെ വിശ്വസിച്ചുകൊണ്ടാണ്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രിയെ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പക്ഷേ അങ്ങയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അങ്ങ് തന്നെ നിരന്തരം വിളിച്ചു പറയുകയും അങ്ങ് തന്നെ തെളിയിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും സമരത്തിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകും. ഒരു കാര്യം ഉറപ്പാണ്, ഈ സമരത്തിൽ നിന്ന് ആത്യന്തികമായി അധിക ബാച്ചുകൾ അനുവദിച്ചിട്ടല്ലാതെ പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പിച്ച ഒരു പറ്റം വിദ്യാർത്ഥികളാണ് സമരമുഖത്തുള്ളത്. ആ സമരമുഖത്തുള്ള വിദ്യാർത്ഥികളുടെ സമരത്തിൽ നിന്ന് പിന്മാറ്റാൻ, ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ താങ്കൾക്ക് മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് അധിക ബാച്ച് അനുവദിക്കുക എന്നത് മാത്രമാണ്. എത്ര നിങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോയാലും, മീറ്റിംഗുകളുടെ പേര് പറഞ്ഞാലും, മുഖ്യമന്ത്രിയെ കണ്ടില്ലെന്ന് പറഞ്ഞാലും അധിക ബാച്ച് കിട്ടാതെ ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് സമരം അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് സമരം അവസാനിച്ചു വന്നോ അല്ലെങ്കിൽ താൽക്കാലികമായി പ്രശ്നം അവസാനിച്ചു വന്നോ തോന്നലാണ് മന്ത്രിയെ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണമാക്കുന്നതെങ്കിൽ അങ്ങയുടെ പ്രതികരണം ഞങ്ങളുടെ സമരത്തിന്റെ അനിവാര്യതയും സമരത്തെ ഞങ്ങൾ കൂടുതൽ സമരത്തിൽ ഇറങ്ങേണ്ടതുണ്ട് എന്ന ബോധ്യപ്പെടുത്തലുമാണ് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് മന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കാം.